മറ്റുള്ള ആളുകൾക്ക് ഈ മാനസിക രോഗിയെ സഹായിക്കാൻ കഴിയുന്ന കുറേ ഏരിയാസ് ഉണ്ട്. ഒരു ഉദാഹരണത്തിന് ഒരു കണ്ണില്ലാത്ത ഒരാളാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കൈയില്ലാത്ത ഒരാളാണെന്ന് വിചാരിക്കുക. അയാളൊരു ജോലി ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മളെന്താ പൊതുവെ ചെയ്യുക? നമ്മൾ അയാളെ മാക്സിമം സഹായിക്കും. അപ്പോൾ അയാൾ ഇങ്ങനെ അധ്വാനിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അയാൾക്ക് നമ്മളൊരു സഹായം നൽകാം. അയാൾ ഇവിടെ വന്ന് ഇരിക്കട്ടെ, അല്ലെങ്കിൽ അയാൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നമ്മൾ കുറച്ചുകൂടി അനുവദിച്ചു കൊടുക്കും. ബസ്സിലാണെങ്കിൽ നമ്മൾ സീറ്റ് വിട്ടുകൊടുക്കും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇതിനേക്കാൾ യഥാർത്ഥത്തിൽ സഹതാപം കിട്ടുകയില്ല. അത് വേറെ കാര്യം. പ്രയാസം അനുഭവിക്കുന്ന, ദൈനംദിന ജീവിതം മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളായിരിക്കും മാനസികമായ രോഗി എന്ന് പറയുന്നത്. അതിൽ തന്നെ മനംമറിച്ചിൽ പോലുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ പിന്നെ ഇതിനൊന്നും പറ്റില്ല, അത് വേറെ കാര്യം. എന്നിരുന്നാലും മെഡിസിൻ കഴിച്ചുകൊണ്ട് അതിൻ്റെ മെയിൻ്റനൻസിൽ ഒരു പരിധിവരെ സിംറ്റംസിനൊക്കെ ഇല്ലാതാക്കി നമ്മളതിനെ ഒക്കുപേഷണൽ തെറാപ്പി എന്നൊക്കെ വിളിക്കും. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ പ്രാപ്തി നേടിക്കൊടുക്കുന്ന രൂപത്തിൽ. ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂരിലെ നിംഹാൻസ് എന്ന് പറയുന്ന സ്ഥാപനം, എനിക്ക് അവിടെ പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു PG പഠിക്കുന്ന സമയത്ത്. അപ്പോൾ അവിടെ ഇതിനായിട്ടൊരു എന്താ പറയുക, ഒരു ബ്രാഞ്ച് തന്നെ ഉണ്ട്. അവിടെ കുറേ ആളുകൾ അതിന് വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത്. അതായത് ഈ സെല്ലിലൊക്കെ കിടക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഈ വയലൻ്റ് അല്ലെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന ആളുകളെ തന്നെ സ്വയം പര്യാപ്തമാക്കാനും അവർക്ക് സ്വയം കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അവരെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. സോഷ്യൽ വർക്കേഴ്സിനെ അവർ ഉപയോഗിക്കുന്നുണ്ട്, സൈക്കോളജിസ്റ്റിനെ ഉപയോഗിക്കുന്നുണ്ട്, ഒരു സൈക്യാട്രിസ്റ്റ് അതിനൊരു ഹെഡ് ചെയ്യുന്നുണ്ട്. അവർ വീക്കിലി വന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. വളരെ പ്രശംസനമായ കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ പക്ഷേ നമ്മുടെ നാട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു പരിധിവരെ. നമ്മളൊരു പക്ഷേ ഈ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, മാനസിക വെല്ലുവിളികൾ അനുഭവിക്കുന്ന കുട്ടികൾക്ക് നമുക്കിപ്പോൾ സ്കൂളുകളും അങ്ങനത്തെ സ്പെഷ്യൽ സ്കൂളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ADHD കുറച്ച് മൂർധന്യ അവസ്ഥയിലുള്ളവർ, ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ, ഇവരൊക്കെ നമുക്ക് ചെറിയ സ്കൂളുകളൊക്കെ ഉണ്ട്. അതും വേണ്ടത്ര പര്യാപ്തമല്ല, എന്നാലും ഉണ്ട്. അതല്ലാത്ത ഒരു പറ്റം ആളുകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു പരിധിവരെ മാനസികമായ വെല്ലുവിളികൾ നേരിടുന്നതിൽ 90 അല്ലെങ്കിൽ 80% ഇവരാണ്. അവർ മാനസികമായ ഇതുപോലത്തെ എന്താ പറയുക, മേജറായിട്ടുള്ള ഡിപ്രഷനോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള പാനിക് ഡിസോർഡേഴ്സ്, ആൻസൈറ്റി പോലത്തെ അസുഖങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ സ്കിസോഫ്രീനിയ പോലത്തെ ഒരു സൈക്കോട്ടിക് അസുഖങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉള്ള ആളുകൾ, ഇവരൊക്കെ നമുക്ക് കൂടെ നിൽക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയും അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ നമ്മളിപ്പോൾ നമ്മളെ ഫ്രണ്ടിനെ മനസ്സിലാക്കണം. നമ്മളെ ഫ്രണ്ടിനെ നമ്മൾ എപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ടോ? നമ്മൾ ഫ്രണ്ടിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത കുറേ കാര്യങ്ങളില്ല. അതുപോലെ നമ്മൾ അവരെയും കൂടി ചേർത്ത് നിർത്തി അവർക്ക് വേണ്ട കാര്യങ്ങൾ കേറ്റർ ചെയ്ത് അവരിൽ വരുന്ന ഫോൾട്ടുകളെ നമ്മളൊന്ന് കണ്ണടച്ച് അവർക്കത് മനസ്സിലാക്കി കൊടുത്ത് അവരെ നമ്മളെ കൂടെ നിർത്തി അവർക്ക് വേണ്ട ഒരു ജോലി സാഹചര്യം ഉണ്ടാക്കി കൊടുത്താൽ അവരുടെ ലൈഫും ശരിക്കും പറഞ്ഞാൽ നമ്മളെ പോലെ തന്നെ ഹാപ്പി ആവില്ലേ?